കാട്ടാക്കടയിൽ പൂജാ സാധനങ്ങളുടെ ഹോൾസെയിൽ കടയിൽ വൻ തീപിടുത്തം. 2 കോടിയോളം രൂപ നഷ്ടം കണക്കാക്കുന്നു. കാട്ടാക്കടയിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റൂട്ട് സെയിൽ നടത്തുന്ന വിജയമൂർത്തിയുടെ ഉടമസ്ഥതയിലുള്ള മഹാലക്ഷ്മി ഏജൻസീസ് എന്ന പൂജാ സാധനങ്ങളുടെ മൊത്ത വിൽപ്പനശാലയും മിൽമയുടെ നെയ്യ്, ഐസ്ക്രീം എന്നിവയുടെ വിതരണത്തിന്റെയും ഗോഡൌണാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കാട്ടാക്കട, ചെങ്കൽച്ചൂള, തിരുവനന്തപുരം നിലയം, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേനയുടെ 7 യൂണിറ്റിലധികമെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുൻഭാഗമാണ് കത്തി തുടങ്ങിയത്. ഇത് വൈദ്യുത പോസ്റ്റിൽ നിന്നോ മറ്റോ തീപ്പൊരി ഉണ്ടായി പടർന്നതാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കർപ്പൂരം, ചന്ദനത്തിരി, എണ്ണ, നെയ്യ്, പൂജയ്ക്കുള്ള തുണികൾ ഉൾപ്പെടെ വൻ ശേഖരമാണ് ഗോഡൌണിലുണ്ടായിരുന്നത്. ഇത് തീ പടർന്നു പിടിക്കാൻ കൂടുതൽ കാരണമായി. എണ്ണയുടെ പാട്ടകൾ പൊട്ടിത്തെറിച്ചു. മിൽമ ഉൽപ്പന്നങ്ങളായ നെയ്യ്, ഐസ്ക്രീം എന്നിവയുടെ വിതരണ ഏജൻസിയും ഇതോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. ഐസ്ക്രീം സൂക്ഷിച്ചിരുന്ന ഫ്രീസറുകളും കത്തി നശിച്ചിട്ടുണ്ട്. രാത്രി 1:30 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇവർ അഗ്നിരക്ഷാസേനയെയും കാട്ടാക്കട പോലീസിനെയും വിവരം അറിയിച്ചു. JCB ഉപയോഗിച്ച് ഇരുമ്പ് ഷീറ്റ് കൊണ്ടുള്ള ചുറ്റുമതിൽ പൊളിച്ചു നീക്കി സേനാ അംഗങ്ങൾക്ക് ഉള്ളിലേക്ക് പോകാനുള്ള വഴിയൊരുക്കിയാണ് ഉള്ളിലേക്ക് കടന്നത്. കടയിൽ സൂക്ഷിച്ചിരുന്ന പണം, കമ്പ്യൂട്ടറുകൾ, ബൈക്ക് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. കെട്ടിടം പൂർണ്ണമായും കത്തി ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. ഗോഡൌണിന് പുറത്ത് നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. അഗ്നിരക്ഷാസേന ആദ്യം ഈ ഭാഗത്തേക്കും സമീപ കെട്ടിടങ്ങളിലേക്കും തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. ന്യൂസ് ഫാക്ട്, തിരുവനന്തപുരം. ഇഷ്ടങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ ജീവിതം എത്ര മധുരകരമാണ്. ഞാൻ അറിയാത്ത എന്റെ കഴിവുകളെ കണ്ടെത്തി തന്നത് എന്റെ ഹസ്ബൻഡാണ്. ഈ സ്നേഹത്തെക്കാൾ വലിയ സന്തോഷം മറ്റെന്താണ്? ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം. ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈങ് യുവർ ലൈഫ്.